കാരന്തൂർ മർക്കസിൽ മുഹറം 9 ഒരു സ്പെഷ്യൽ പരിപാടി നടത്തിയിരുന്നു. അവരെ കലണ്ടറിൽ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മർക്കസു സഖാഫത്തി സുന്നിയയുടെ കലണ്ടർ ഈ വർഷത്തെ 2025 ഇതിൽ കാണാം ജൂലൈ 5 പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട് സാദാത്ത് ഡേ എന്ന് കാണാം. സാദാത്ത് ഡേ, അതായത് മുഹറം 9 അന്ന് എല്ലാ സയ്യിദന്മാർ തങ്ങന്മാർ ഹുസൈനാരെ മക്കളാളവരും ഓരെ വിളിച്ചിട്ട് പ്രത്യേകം സാദാത്ത് സംഘമുണ്ടാവും. സാദാത്ത് ഡേ എന്ന് ഈ കലണ്ടറിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ സാദാത്ത് സംഗമത്തിൽ ഇന്റർനാഷണൽ ദാഇ പറയുന്നുണ്ട്, 10 വർഷമായി അഹ്ലുബൈത്തിനെ ഓർക്കേണ്ട ഈ ദിവസത്തിൽ നമ്മളൊക്കെ പ്രത്യേകം തങ്ങന്മാരെ വിളിച്ചുകൂട്ടി അവർക്ക് ആദരവ് നൽകി പോരുകയാണ്. ഇനി പ്രത്യേകം വിളിക്കണം എന്നൊന്നുമില്ല, മുഹറം 10 മർക്കസിൽ ഇത് ഉണ്ടായിരിക്കും. അത് പറയാണ്, അത് നമ്മളെ കലണ്ടറിൽ വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തങ്ങന്മാരോട് പറയാം, ഇനി പ്രത്യേകം വിളിക്കാൻ നിൽക്കണ്ട, നിങ്ങളെല്ലാവരും കൂടി മുഹറം 9 ഇവിടെ വന്ന് നോമ്പ് തുറന്നു പോകണം. അതെത്രയും കാലം മർക്കസ് ഉണ്ടോ അന്നൊക്കെ ഉണ്ടാവുന്നതാണ് കഴിഞ്ഞ വർഷം പറഞ്ഞത്. അബ്ദുൽ ഹക്കീം അസരി കഴിഞ്ഞ വർഷത്തെ സാദാത്ത് സംഗമത്തിൽ പറഞ്ഞതൊന്ന് കേട്ടു നോക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്. യൗമുസ് സാദാത്ത് മുഹറം 9 എല്ലാ വർഷവും മർക്കസിലെ യൗമുസ് സാദാത്താണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം പ്രത്യേകം വിളി വരേണ്ടതില്ല. അല്ലാതെ തന്നെ ഇനി യൗമുസ് സാദാത്ത് എന്ന നിലക്ക് നമ്മുടെ എല്ലാം കലണ്ടറിൽ അത് എഴുതി വച്ചിട്ടുണ്ട്. വിളി എന്നായാലും വരും, വന്നാലും വന്നില്ലെങ്കിലും അങ്ങനെയുള്ളൊരു നിലക്ക് അൽഹംദുലില്ലാഹ് 10 വർഷമായി നമ്മൾ ഈ യൗമുസ് സാദാത്ത് ഇവിടെ നടത്തി വരുന്നു. ഇത് ഒന്ന് ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ്. മർക്കസിന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ മർക്കസിന്റെ ഉപാധ്യക്ഷൻ കൂടിയാണ്. ആ നിലക്ക് കൂടിയാണ് സ്വാഗതം ചെയ്തത്. തങ്ങൾ പറഞ്ഞ പോലെ ഉസ്താദിന്റെ ജീവിതം മുഴുവനും സാദാത്തുക്കളുടെ ജിവാറുകൊണ്ട് അവരുടെ ആ ഒരു സമ്പർക്കവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മർക്കസ് കോംപ്ലക്സ് എയർപോർട്ടിലെ മസ്ജിദിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് ഞാൻ ഓർക്കുന്നു, ഒരു സൊഫ് നിറയെ സയ്യിദന്മാരാണ്. 10 വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട് ഇനി വരുന്ന വർഷങ്ങളിൽ പ്രത്യേകം അറിയിപ്പിന്റെ ആവശ്യമില്ല, നമ്മുടെ കലണ്ടറിൽ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, മർക്കസിന്റെ കലണ്ടറിൽ. എന്നാ പുതിയ വാർത്ത നിങ്ങൾ അറിഞ്ഞോ? മർക്കസിന്റെ കമ്മിറ്റി കൂടിയിട്ട് അവർ തീരുമാനിച്ചു, മുഹറം 9 അന്ന് അല്ലെങ്കിൽ 10 അന്ന് സാദാത്യങ്ങളെ വിളിച്ചൊരു സംഗമം നടത്തിയാൽ അത് ഷിയാക്കളോട് സാദൃശ്യം വരുന്നത് കൊണ്ട് ആ പരിപാടി നിർത്തിവച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ തീരുമാനം. ഈ 10 വർഷവും നടത്തിയത് നമുക്ക് പിഴവാണ് എന്നാണ് മർക്കസ് കമ്മിറ്റിയിൽ കുറ്റാടിക്കാരൻ പറഞ്ഞത്. വലിയ മൊയ്ലിയാരെ എതിർക്കാൻ നോക്കി, വിട്ടില്ല, മർക്കസിൽ അത് നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. മൊയ്ലിയാരെ എതിർത്തപ്പോ വേണമെങ്കിൽ ഡേറ്റ് മാറ്റി റബീഉൽ അവ്വലിലോ സഫറിലോ നോക്കാം, 10 സമ്മതിക്കൂല എന്നായി കുറ്റ്യാടി മൗലവി. നിർത്തിവെച്ചു. അത് ഈ വർഷം സാദാത്ത് സംഗമമില്ല. തങ്ങന്മാരെ കഴിഞ്ഞ വർഷം ഇന്റർനാഷണൽ ആയി പറഞ്ഞൊന്നുണ്ടല്ലോ, വിളിക്കൊന്നും വേണ്ട, വന്നോളി, നിങ്ങൾ പോണം. ഞങ്ങളെ തങ്ങന്മാർക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാവരും അവിടെ ഒന്ന് പോണം. പോയിട്ട് ഹക്കീം അസറിന്റെ ചെവി പിടിച്ചു ചോദിക്കണം, എവിടെ സാദാത്ത് സംഗമം? 10 വർഷമായി തുടങ്ങി എന്ന് പറഞ്ഞ സംഭവം എന്തിന് മർക്കസ് നിർത്തിവെച്ചു? ഞാനെന്ന് പറഞ്ഞുകൊണ്ട് 10 നടത്തണല്ലോ, മുതലായില്ലേ നടത്തിയാൽ. നിങ്ങളെ കമ്മിറ്റി തീരുമാനം വരെ നമ്മളെ പ്രസംഗം കൊണ്ട് പൊളിഞ്ഞാൽ ഏറ്റവും നല്ലതല്ലേ അത്?
സാദാത്ത് സംഗമം നിർത്തിവെച്ചതെന്തുകൊണ്ട്? അത് ഷിയാക്കളോട് സാദൃശ്യമാകുമെന്നതുകൊണ്ട്. മർക്കസിന്റെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റിക്കാരോട് തന്നെ ഞങ്ങൾ സംസാരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ എതിർത്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ വിടുന്ന മട്ടില്ല. ഉസ്താദെ, ദ്വാരക്കല്ലാതെ രക്ഷൊന്നുമില്ല, നടക്കൂലട്ടോ എന്ന് പറഞ്ഞു. ഇതല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ മാറിയിട്ടുണ്ട്. എന്തിനാണോ ഈ കലണ്ടറിൽ സാദാത്ത് ഡേ പറഞ്ഞിരിക്കണ്? ഇത് വല്ല ചവറ്റുകൊട്ടയിലേക്കും വലിച്ചേരല്ലേ ഇനി നല്ല? എന്ത് വിലയാ അതിനുള്ളത്? പിന്നെ ഒരു ആശൂറ സംഘം നടക്കുന്നുണ്ടായിരുന്നു മലപ്പുറത്ത് മഹദിനിൽ. അപ്പോൾ അവിടെ ചിക്കിളി പൈസ നിർത്തുമല്ലോ. അപ്പോൾ വലിയ വളവനായ തങ്ങൾ തീരുമാനിച്ചു പേര് മാറ്റി സംഗതി നടത്താൻ. ഈ വർഷം പേര് മാറ്റിയിട്ടുണ്ട് ഹിജ്റ സംഗമം. ഹിജ്റ ഹിലാൽ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ആ ബലാലായിട്ടാണ് പോയി. എവിടെ എത്തി നിങ്ങൾ? ഇത് ഞങ്ങൾ വെറുതെ പറയാണോ? ഇതിപ്പോ മുഹറം 10 വരുന്നല്ലേ ഉള്ളൂ. നിങ്ങൾ നോക്കി, ഞങ്ങൾ പറയുന്ന മർക്കസ് കമ്മിറ്റി കൂടി മർക്കസിലും നോളേജ് സിറ്റിയിലൊക്കെ നടന്നിരുന്ന മുഹറം 9, 10ന്റെ സയ്യിദന്മാരെ വിളിച്ചുകൊണ്ടുള്ള പ്രോഗ്രാം നിർത്തിവെച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. ഞങ്ങൾ ഇന്ന് തന്നെ പറയല്ലേ, നിങ്ങളെ കണക്കനുസരിച്ച് എന്നാ നടക്കണ്ടി? ഓല കണക്കനുസരിച്ച് 9 എന്നാ ശനിയാഴ്ച. ശനിയാഴ്ച നടക്കണ്ടോ നിങ്ങൾ നോക്കി. ധൈര്യത്തിലല്ലേ ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങളെ കമ്മിറ്റിയിൽ ഞാൻ അറിഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അപ്പം എന്നോട് പറയുങ്ങൾ. അപ്പം എന്താ സംഭവം? ഇയാളിത് മുഴുവൻ നശിപ്പിച്ചേ പോവാര്. അയാളിത് കരാറെടുത്താ മൊത്തം നശിപ്പിച്ച അയാൾ പോവും. അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് മശായിഖുമാരല്ലേ തീരുമാനിക്കാം. അഹ്ലു ബൈത്തിന്റെ മദ്ഹ് സുന്നികൾ പറഞ്ഞോളും. ബിദ്അത്തുകാർ ആ വഴിക്ക് വരണ്ട. സാദാത്ത് സംഗമവും നിങ്ങൾ നടത്തണ്ട. അതിന് ലാസ്റ്റ് ഇപ്പോൾ എടുക്കുക എത്താറേ ബാലു പറഞ്ഞാൽ പറയും. ബാലു ശരി, അയാൾ പറഞ്ഞല്ലോ കല്യാണിക്കുട്ടിയും മറ്റേ കുട്ടിയും ഒക്കെ തങ്ങളാണ്, തങ്ങൾ എന്നുള്ള പ്രത്യേക വിഭാഗം തന്നെ ഇല്ലാതെ പറഞ്ഞല്ലോ. അതിലേക്ക് പോവുകയാണ്. ലോകരെ, ഞാൻ വെറുതെ പറയല്ല. 10 വർഷമായി നടത്തിയിരുന്ന സയ്യിദന്മാരുടെ സംഗമം നിർത്തിവെക്കുന്ന അവസ്ഥയിലേക്ക് മർക്കസ് എത്തിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ ഇനി പിരിവെടുക്കുന്നത്? നല്ലോണം ചിന്തിച്ചോളി. അന്ന് സാദാത്ത് സംഗമം നടത്തിയിട്ട് വലിയ ഫായിദ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ക്ലിപ്പ് കിട്ടിയില്ലേ? അതിനാണ് മുട്ടിപ്പടി തങ്ങൾ പറഞ്ഞത്. നമ്മളെ എത്ര കാലമായി അഹ്ലുൽ അബായിന്റെ മൗലിദ് ഓതാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ കുറച്ച് ആൾക്കാർ വന്നിട്ട് അത് ഷിയെന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തുമോ? പക്ഷെ നിങ്ങളെ കൊണ്ട് അയാൾ നിർത്തിച്ചു. കാരണം എന്താണെന്നറിയോ? ഈ മുശാവറക്ക് ഒരൊറ്റ മഹാന്റെയും പിന്തുണയില്ല. ആ അഹ്ലുൽ അബായിന്റെ മൗലിദ് ധൈര്യത്തിൽ ഓതണമെങ്കിൽ അതിന് മശായിഖിന്റെ പിന്തുണ വേണം. അതുണ്ട് സാവിയത്ത് സൂഫിയക്ക്. അന്നത്തെ